കഴിഞ്ഞ ദിവസം നടൻ ഉണ്ണി മുകുന്ദൻ്റെ സിനിമ മാർക്കോ 100 കോടി ക്ലബ്ബിൽ കയറിയപ്പോൾ അത് മലയാള സിനിമ ഈ അടുത്ത കാലത്ത് കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്റർ ബോക്സ് ഓഫീസ് ഹിറ്റായിരുന്നു. ഒരിക്കലും ആരും പ്രതീക്ഷിച്ചില്ല ആ സിനിമ വലിയ ഹിറ്റാവുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. പ്രത്യേകിച്ചും കേരളത്തിൻ്റെ വെളിയിൽ, ബോംബെ നഗരത്തിൽ, ഇന്ത്യയുടെ വെളിയിൽ, ഹംഗറിയിൽ, ബൾഗേറിയയിലൊക്കെ അത് വലിയ തരംഗം സൃഷ്ടിച്ചിട്ടുള്ള ഒരു സിനിമയായി മാറി. അപ്പോൾ നടൻ ഉണ്ണി മുകുന്ദൻ പറഞ്ഞിരിക്കുന്നത് ആക്ഷൻ ഹീറോസിനുള്ള എൻ്റെ സമർപ്പണമാണ് മാർക്കോ. മലയാളം സിനിമയിലെ എക്കാലത്തെയും ആക്ഷൻ ഹീറോ നടൻ ജയനോടുള്ള ഒരു സമർപ്പണമാണ് മാർക്കോ. മലയാള സിനിമയിലെ ആദ്യ കാലഘട്ടങ്ങളൊക്കെ ഒരുപാട് ആക്ഷൻ കാണിച്ചുകൊണ്ടിരുന്നത് നടൻ ജയനാണ്. ഇന്നും നടൻ ജയൻ്റെ ഓരോ ഭാവങ്ങളും പ്രകടനങ്ങളൊക്കെ ഒരുപാട് പേര് അനുകരിക്കാറുണ്ട്. അതിൻ്റെ സംസാരത്തിൻ്റെ രീതി തുടങ്ങിയ അഭിനയത്തിൻ്റെ ശൈലി ഒക്കെ ഒരുപാട് പേര് അനുകരിക്കാറുണ്ട്. കാരണം മലയാള സിനിമയിലെ തുടക്കത്തിൽ ഇതുപോലുള്ള ആക്ഷൻ ചെയ്യുന്ന ആരും ഉണ്ടായിരുന്നില്ല. സിനിമ എന്ന് പറഞ്ഞിരിക്കുന്നത് ആക്ഷനാണ്. കാരണം മനുഷ്യന് ത്രില്ല് കിട്ടുന്ന ഒരു കാര്യമാണ് സിനിമയിലൂടെ സൃഷ്ടിക്കപ്പെടേണ്ടത്. പക്ഷേ വിധി വളരെ ക്രൂരമായിരുന്നു. നവംബർ 1980 അദ്ദേഹം ഒരു ഹെലികോപ്റ്റർ ആക്സിഡൻറ്റിൽ മരിച്ചു. അതായത് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന വേളയിലാണ് മരിച്ചത്. ആദ്യത്തെ പ്രാവശ്യം അത് കറക്റ്റായിട്ട് അദ്ദേഹം ചെയ്തുവെങ്കിലും വീണ്ടും പൂർണ്ണതയ്ക്ക് വേണ്ടി വീണ്ടും ഒരിക്കൽ ആ ഹെലികോപ്റ്റർ സ്റ്റണ്ട് എടുക്കണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് രണ്ടാമത് അത് എടുത്തത്. പക്ഷേ നിർഭാഗ്യവശാൽ എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല. ആ ഹെലികോപ്റ്ററിൻ്റെ ബാലൻസ് തെറ്റുകയും ആ ഹെലികോപ്റ്റർ താഴോട്ട് വന്ന് അതിൻ്റെ തല നിലത്ത് അടിക്കുകയും ചെയ്ത ഒരു സന്ദർഭമായിരുന്നു. ഹെലികോപ്റ്റർ താഴേക്ക് വരുമ്പോൾ അദ്ദേഹത്തിനോട് ചാടാൻ ഒരുപാട് പേര് പറഞ്ഞെങ്കിലും അദ്ദേഹം ചാടിയില്ല. അപ്പോൾ അദ്ദേഹം എല്ലാം പൂർണ്ണതയിൽ സൃഷ്ടിക്കാൻ ആഗ്രഹിച്ച ഒരു നടനായിരുന്നു. ഡ്യൂപ്പിനെ വെക്കത്തില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ ഷോട്ടുകളും എല്ലാ ആക്ഷനുകളും ഒക്കെ ഒറിജിനലായിട്ട് ചെയ്യണമെന്ന് നിർബന്ധം പിടിക്കുന്നൊരു നടനായിരുന്നു. അദ്ദേഹം അസാധാരണമായിട്ടുള്ള ശരീര സൗന്ദര്യത്തിന് ഉടമയായിരുന്നു. അദ്ദേഹം നല്ല ഒത്ത ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ അഭാവം കാരണമാണ് മോഹൻലാലും മമ്മൂട്ടിയൊക്കെ കയറി വന്നിട്ടുള്ളത്. അതിനുശേഷം അതുപോലെ ആക്ഷൻ ചെയ്തിട്ടുള്ള ഒരു നടനും മലയാള സിനിമയിൽ ഉണ്ടായിട്ടില്ല. മലയാള സിനിമയിലെ മെഗാസ്റ്റാറുകളായിട്ടുള്ള മോഹൻലാലും മമ്മൂട്ടിക്കും ആക്ഷൻ ചെയ്യുന്നതിന് ഒരുപാട് പരിമിതിയുണ്ട്. അത് കഴിഞ്ഞ ശേഷമാണ് ഉണ്ണി മുകുന്ദൻ ഈ അടുത്തിടെ ആക്ഷൻ ചെയ്യുന്നത്. ഉണ്ണി മുകുന്ദൻ ഒരു ബോഡി ബിൽഡറും കൂടിയാണ്. അതുകൊണ്ട് ജയനുമായിട്ട് ഒരുപാട് സാമ്യമുണ്ട്. അതുകൊണ്ടാണ് ആ നടനെ അഭിപ്രായപ്പെടുന്നത്.